ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബിൽ ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ടെൻഷനും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. എങ്ങനെയാവും എന്താവും എന്നറിയാത്തതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്തടുത്ത വീഡിയോസിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് കൊണ്ടുവരാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അധികം വൈകാണ്ട് നമുക്ക് നമ്മുടെ വീഡിയോസിലേക്ക് കിടക്കാം. ഓക്കേ. ഏകദേശം എല്ലാവർക്കും തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഇച്ചൂസിന് മുട്ടയടിക്കാനായിട്ട് പഴനിയിലോട്ട് പോവുകയാണ്. അതിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ എല്ലാവരും. നമ്മളൊരു 5:30 ആ ടൈമിൽ തന്നെ റെഡിയായി റെയിൽവേ സ്റ്റേഷൻ എത്തിയിരുന്നു. പക്ഷെ നമുക്ക് 6:30 ആ ടൈമിലായിരുന്നു ട്രെയിന് കുറച്ച് ലേറ്റും ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് നേരെ നടന്ന് അവിടെ പോയി വെയിറ്റ് ചെയ്യാനായിട്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ടൈം പോകണമെന്നൊന്നും അറിഞ്ഞില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇച്ചൂസ് ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റു കേട്ടോ. അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇതെവിടെയാണ് വന്നിരിക്കുന്നേ എന്നുള്ളൊരു ഭാവത്തിലാണ് അവൾ നിൽക്കുന്നത്. നമ്മളൊരു ഹായൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ടും ആൾ മൈൻഡ് ചെയ്യാത്ത ഭാവത്തിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഉറക്കത്തിൽ നിന്ന് എണീച്ചത് അവൾ കാണുന്നത് ഇതൊക്കെയാണല്ലോ. അതുകൊണ്ട് പിന്നെ അവളെ കുറച്ച് കളിപ്പിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇവരോടൊരു ഹായൊക്കെ കാണിക്കാൻ പറഞ്ഞു. പക്ഷേ ഏട്ടൻ നമുക്ക് ഹായ് മര്യാദയ്ക്ക് കാണിച്ചു. പക്ഷെ നിധി നമുക്ക് ഹായ് കാണിക്കാൻ പറഞ്ഞപ്പോൾ കായ് എന്നൊക്കെയാണ് കാണിച്ചത്. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും നമുക്ക് പോകാനുള്ള ആളെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇച്ചപ്പെണ്ണ് ഫസ്റ്റ് ടൈം ട്രെയിൻ കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ്. അങ്ങനെ നേരെ ചാച്ചൻ്റെ കയ്യിലോട്ട് ചാടി. പിന്നെ ചാച്ചൻ കുറച്ച് ട്രെയിനൊക്കെ കാണിച്ചു കൊടുത്ത് നിൽക്കുമ്പോഴേക്കും നമുക്ക് കയറാനുള്ള ടൈമും ആയല്ലോ. പിന്നെ നമ്മളങ്ങനെ ട്രെയിനിലോട്ട് കയറാൻ തുടങ്ങി. എല്ലാവർക്കും പിന്നെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് കേട്ടോ. ഞായറാഴ്ച ആണെങ്കിൽ പോലും അധികം തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരവിടെ തന്നെയായിരുന്നു സീറ്റ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളങ്ങനെ സംസാരിച്ചിരുന്ന് തേച്ചു പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഫോട്ടോയിൽ പെട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ഫോട്ടോകൾക്കൊക്കെ ഇട്ട് അഭിനയിച്ച് മരിക്കുകയാണ് ആൾ. പിന്നെ നമ്മളിതേ മുതലമട സ്റ്റേഷൻ ഇവിടെയാണ് കേട്ടോ കൂടുതൽ കല്യാണ വീഡിയോസും പ്രീ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നത്. അങ്ങനെ നമ്മളിതേ പഴനി എത്തി. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. ഏട്ടൻ ബാക്കിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ, വീഡിയോ ഒക്കെ എടുക്കുകയാണ്. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു. നമ്മൾ ഇച്ചുവിനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ട്രെയിനിൽ നിന്ന് തന്നെ കൊടുത്തിരുന്നു. പിന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ ഒക്കെ എടുത്താണ് നേരെ പഴനിയിലോട്ട് പോകുന്നത്. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചു മുട്ടയൊക്കെ അടിച്ചിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നല്ല വിശപ്പുള്ളത് കാരണം നമ്മൾ നേരെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ ശേഷം മുട്ടയടിക്കാമെന്ന് തീരുമാനിച്ചു. നമ്മൾ നടന്ന് നേരെ ഒരു ഹോട്ടലിലൊക്കെ കയറി ദോശയും ചമ്മന്തിയും ചട്നിയൊക്കെ കൂട്ടി നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് നേരെ അങ്ങനെ ഇറങ്ങി മുട്ടയടിക്കാനായിട്ട് പോയി. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ലവണ്ണം തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. മുട്ടയടിക്കുന്നവിടെ പോയി നമ്മൾ നേരെ ടോക്കൺ കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ പോയിരുന്നു. പക്ഷെ നമ്മൾ വീഡിയോ ഓണാക്കിയതും തന്നെ അവർ നമ്മളോട് പറഞ്ഞിരുന്നു മുട്ടയടിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല, ഫൈനൽ ലുക്ക് മാത്രമേ എടുക്കാനായിട്ട് പറ്റുള്ളൂ എന്ന്. അങ്ങനെ നമ്മൾ വീഡിയോ ഓഫ് ചെയ്തു. പിന്നെ ഏട്ടൻ്റെ മടി ഇരുത്തിയിട്ടായിരുന്നു മുട്ടയടി. പക്ഷെ അവൾ ആദ്യം തൊട്ടേ ഭയങ്കര കരച്ചിൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാനിരുന്നു, എന്നിട്ടും നിന്നില്ല. ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ മുട്ടയൊക്കെ അടിച്ച് ചന്ദനമൊക്കെ തേച്ച് കുളിപ്പിച്ച് റെഡിയാക്കി അവളെ ഒന്ന് ഒതുക്കി കഴിഞ്ഞപ്പോഴാണ് ഒന്ന് സമാധാനമായത്. പിന്നെ ഇത്തിരി പുറത്തൊക്കെ കൊണ്ടുപോയി അവിടെയുള്ളതൊക്കെ കാണിച്ചു കൊടുത്ത് കളിപ്പിച്ചപ്പോൾ ആളൊന്ന് ഓക്കെ ആയിട്ടോ. പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് അവിടെ ചെക്കിങ് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഫോൺ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ശരിയെന്ന് പറഞ്ഞ് ഫോണൊക്കെ അവിടെ വെച്ച് നേരെ അമ്പലത്തിലോട്ട് കയറി. ഇച്ചു ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു കേട്ടോ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുക്കാൻ പോലും അവൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ പോയി നല്ലോണം ദർശനം കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് വരി നിൽക്കേണ്ട വന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നല്ലോണം ദർശനം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ കുറച്ച് വരിയൊക്കെ നിന്ന് ഫുഡും അന്നദാനവും കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് മഴപ്പാറ്റിലുണ്ടായിരുന്നു.
പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നീട് ഓക്കെ ആയി. പിന്നെ നല്ല വെയിൽ കാര്യങ്ങളായിരുന്നു. പിന്നെ നമ്മൾ താഴോട്ട് വന്ന് നമുക്ക് ഫോൺ കാര്യങ്ങളൊക്കെ കിട്ടിയ ശേഷമാണ് എന്താ പറയുക വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയത്. പിന്നെ നമ്മൾ ഇച്ചൂസിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഏട്ടൻ കിടന്ന് അവളുടെ ബാക്കിൽ നടക്കുകയായിരുന്നു. പക്ഷേ അവൾ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടൊന്നും നിന്നിരുന്നില്ല. അവർ കളിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഏട്ടൻ മാക്സിമം ഒന്ന് പിടിച്ചു നിർത്താനൊക്കെ നോക്കി, പക്ഷെ അയക്കുന്നില്ല. ഞാനും കുറേ നോക്കി, പക്ഷെ ആൾ നമുക്ക് നിന്ന് തരുന്നില്ല കേട്ടോ ഫോട്ടോ എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ശരി അവളെ കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവളെയൊക്കെ കളിപ്പിച്ച് അവിടെയൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്ന് നമ്മൾ മെല്ലെ അവിടെ നിന്ന് നടന്നു കേട്ടോ. ഇനി നമുക്കൊരു 6 മണി ആ ടൈമിലായിരുന്നു ട്രെയിന്. നമുക്ക് ആ സമയമാകുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷൻ എത്തണം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിച്ച് പ്രസാദം കാര്യങ്ങളൊക്കെ മേടിച്ച് അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ്. അവിടെയുള്ള ആൾക്കാർ നമ്മളെ കൈ പിടിച്ച് വലിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഓരോ സാധനങ്ങൾ വാങ്ങുക പറയുന്നത്. നമ്മൾ വേണ്ട പറഞ്ഞാൽ പോലും അവർ നമ്മുടെ കയ്യിലൊക്കെ പിടിച്ച് വലിച്ചിട്ടാണ് വാങ്ങുന്നത്. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. നമ്മൾ ഇച്ചൂസ് അതിൻ്റെ ഇടയിൽ കൂടെ കണ്ണാടി വേണമെന്നൊക്കെ പറഞ്ഞ് കണ്ണാടിയൊക്കെ മേടിച്ചിട്ട് കൊടുത്തു. ഒരു മാങ്ങത്തുണ്ടും കൊടുത്തതേ ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ ഇച്ചൂസ് കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. കണ്ണാടി ഇട്ട് മാങ്ങത്തുണ്ടും കഴിച്ചുകൊണ്ടാണ് ആൾ ഉറങ്ങുന്നത്. ഉറങ്ങിയ ശേഷം ആ കയ്യിലുള്ള മാങ്ങ അവൾ വിട്ടിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിക്കാനും നിന്നില്ല, അങ്ങനെ അവൾ കിടന്നുറങ്ങി. പിന്നെ നമ്മളങ്ങനെ നടന്ന് അവർ കുറച്ച് ചായയൊക്കെ കുടിക്കണം എന്ന് പറഞ്ഞ് പിന്നെ അവർക്ക് ചായ കാര്യങ്ങളൊക്കെ കുടിച്ചു. ഞാനൊന്നും കഴിച്ചില്ല, കാരണം ജലദോഷം കാര്യങ്ങളൊക്കെ ആയത് കാരണം തണുപ്പുള്ളതൊന്നും കഴിച്ചില്ല. ചായയും വേണ്ട പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ നടന്ന് ഒരു ഓട്ടോ ഒക്കെ എടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നു കേട്ടോ. പക്ഷെ നമുക്ക് 6 മണിക്ക് എന്നുള്ള ട്രെയിനായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത് പാലക്കാട്ടോട്ട്. പക്ഷെ നല്ല തിരക്ക് കാര്യങ്ങളായത് കാരണം നമുക്കതിൽ കയറാനായിട്ട് പറ്റിയില്ല. നമ്മളതുകൊണ്ട് അതിൻ്റെ അടുത്ത ട്രെയിനിലായിരുന്നു വന്നത്. അതിന് ശേഷമുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഏകദേശം നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ എന്ന് പറയാൻ. കാരണം അതിന് ശേഷം നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല, തിരക്ക് കാര്യങ്ങളൊക്കെ ആയത് കാരണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ, എന്തായാലും മാറ്റങ്ങൾ വരുത്താൻ നിറയെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ഇനിയുള്ള വീഡിയോസിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ട് കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ ഓക്കെ, ബായ്.